നബി തങ്ങളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ, എന്താ എല്ലാത്തിനും പരീക്ഷണങ്ങളാണ്. ത്വായിഫിൽ ഉമ്മാടെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് ചെന്നു, അല്ലെ, മാമമാരുണ്ട്, അവിടെ എളീമമാരുണ്ട്. ചെന്നാൽ എന്തെങ്കിലും ഒരു സംരക്ഷണം കിട്ടും, നല്ല വാക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ചെന്നപ്പോൾ അവിടെയും വലിയ പ്രയാസമാണ്. ശത്രുക്കൾ, ഉപദ്രവം, ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ തന്നെ വലിയ പരീക്ഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഒരേ ഒരു മകൾ. ബാക്കി എല്ലാവരും നബി തങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയവർ. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. എന്നാലോ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വ്യക്തി ആരാ? അത് അള്ളാഹുവിന്റെ റസൂല. എന്നിട്ട് അള്ളാഹു താല അങ്ങനെ പരീക്ഷിച്ചു. അപ്പോ നമുക്കൊരു രോഗം വന്ന, പ്രയാസം വന്ന, സങ്കടം വന്നാൽ അത് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടക്കേട് ഉള്ളത് കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് അള്ളാഹു തആല ദുനിയാവിൽ ഒരു മനുഷ്യനെ പരീക്ഷിച്ചാൽ, ഒരു രോഗം കൊടുത്താൽ, ഒരു മരണം സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടമുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഈമാൻ നമുക്കുണ്ടാവണം, എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹുവേ, ക്ഷമിക്കുന്ന ശരീരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.